നഴ്സിംഗ് ഗവേഷണമെന്ന് പറയുമ്പോഴേ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഒരുപാട് ഡേറ്റയാണ് അല്ലേ? പക്ഷേ തുടക്കത്തിൽ അത് മിക്കവാറും വലുതും സങ്കീർണവും ഒറ്റനോട്ടത്തിലൊന്നും മനസ്സിലാവാത്തതുമായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഡേറ്റയുടെ കൂമ്പാരത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അർത്ഥവത്തായ കാര്യങ്ങൾ കണ്ടെത്തുന്നത്? ഇതൊന്ന് നോക്കിക്കേ. ഒരു ഇന്റർവ്യൂവിന് വന്നവരുടെ ലിംഗഭേദം കാണിക്കുന്ന ഡേറ്റയാണെന്ന് വിചാരിക്കുക. കുറേ എമ്മും എഫും ഇങ്ങനെ ചിതറിക്കിടക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇവിടെയാണ് ഏതൊരു ഗവേഷകനും ആദ്യത്തെ വെല്ലുവിളി നേരിടുന്നത്. ഈ ഒരു ആശയക്കുഴപ്പത്തിൽ നിന്ന് എങ്ങനെ വ്യക്തതയിലേക്ക് വരും? അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. ഇങ്ങനെയുള്ള ചിതറിക്കിടക്കുന്ന അസംഘടിതമായ ഡാറ്റയെ ഒരു നഴ്സിംഗ് ഗവേഷകൻ എങ്ങനെയാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന അർത്ഥവത്തായ വിവരങ്ങളാക്കി മാറ്റിയെടുക്കുന്നത്? അതിനൊരു അടിപൊളി ഉത്തരമുണ്ട്. അതാണ് ടാബുലേഷൻ, അല്ലെങ്കിൽ പട്ടികപ്പെടുത്തൽ. കണ്ടില്ലേ, തൊട്ടുമുമ്പ് നമ്മൾ കണ്ട ആ കുഴഞ്ഞുമറിഞ്ഞ ഡേറ്റ ഇപ്പോൾ എത്ര വ്യക്തവും ലളിതവുമായി മാറിയെന്ന്? ഒറ്റനോട്ടത്തിൽ നമുക്കിപ്പോൾ അറിയാം 24 പുരുഷന്മാരും 29 സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നതെന്ന്. ഇതാണ് ടാബുലേഷന്റെ യഥാർത്ഥ ശക്തി. അപ്പോൾ എന്താണ് ഈ ടാബുലേഷൻ? വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള അസംസ്കൃത ഡാറ്റയെ ഒതുക്കി വരികളും നിരകളും ഉപയോഗിച്ച് നല്ല ചിട്ടപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണിത്. ഇതിനെ വെറുമൊരു ഘട്ടമായി കാണരുത്. ഡാറ്റ ശേഖരിക്കുന്നതിനും അതിൽ നിന്ന് ആഴത്തിലുള്ള നിഗമനങ്ങളിലെത്തുന്നതിനും ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലം തന്നെയാണിത്. ശരി, ഈ വിശകലനത്തിൽ നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. അസംസ്കൃത ഡേറ്റയിൽ നിന്ന് എങ്ങനെ ഉൾക്കാഴ്ച നേടാം, ഒരു നല്ല ടേബിളിന്റെ ഘടനയെന്താണ്, അത് തയ്യാറാക്കാനുള്ള നിയമങ്ങൾ, നഴ്സിംഗിൽ ഇതിന്റെ ഉപയോഗം, പിന്നെ ഏറ്റവും പ്രധാനമായി അവതരണത്തിന്റെ ശക്തി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഈ ഡാറ്റയൊക്കെ ഇങ്ങനെ ചിട്ടപ്പെടുത്തുന്നത് ഗവേഷണത്തിൽ ഇത്രയും നിർണായകമാകുന്നത്? ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 100 കണക്കിന് പേജുകളുള്ള ഡാറ്റയെ നമുക്കൊരൊറ്റ ടേബിളിലേക്ക് ഒതുക്കാൻ പറ്റും. വിവിധ ഡാറ്റകൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നത് വളരെ എളുപ്പമാകും. പിന്നെ എന്തെങ്കിലും തെറ്റുകളോ വിട്ടുപോയ വിവരങ്ങളോ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽപ്പെടും. എല്ലാത്തിനുമുപരിയായി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് പോലുള്ള വലിയ കണക്കുകൂട്ടലുകൾക്ക് ഒരു ഉറച്ച അടിത്തറ നൽകുന്നത് ഈ ടാബുലേഷനാണ്. ഓക്കെ, അപ്പോൾ ഒരു നല്ല പട്ടികയ്ക്ക് അതിൻ്റേതായ ചില ഭാഗങ്ങളുണ്ട്. നമുക്കവ ഓരോന്നായി ലളിതമായി ഒന്ന് പരിചയപ്പെടാം. ഒരു ടേബിളിനെ നമുക്കൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. നോക്കൂ, ഏതൊരു ടേബിളിനും കൃത്യമായ ഒരു നമ്പറും തലക്കെട്ടും വേണം. അത് നിർബന്ധമാണ്. കോളങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന തലക്കെട്ടിനെയാണ് ക്യാപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ വരികളുടെ തലക്കെട്ടാണ് സ്റ്റബ്. നടുവിൽ കാണുന്ന ആ നമ്പറുകളാണ് അതിന്റെ ബോഡി, അതായത് പ്രധാന ഭാഗം. ഇനി കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ നമുക്കത് അടിക്കുറിപ്പായി താഴെ കൊടുക്കാം. അതുപോലെ ഈ ഡേറ്റ എവിടെ നിന്ന് കിട്ടി എന്നതിന്റെ ഉറവിടവും രേഖപ്പെടുത്താം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. എങ്ങനെ ഒരു മികച്ച ടേബിൾ തയ്യാറാക്കാം? ഇതിന് ചില നിയമങ്ങളുണ്ട്. നിങ്ങൾ സ്വന്തമായി പട്ടികകൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഇതിനെ കാണാം. ഈയൊരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രദർശിപ്പിക്കുന്ന ഡാറ്റയെപ്പോലെ തന്നെ പ്രധാനമാണ് ഡാറ്റ പ്രദർശിപ്പിക്കുന്ന രീതിയും. അതായത് നിങ്ങളുടെ കണ്ടെത്തലുകൾ എത്ര ഗംഭീരമാണെങ്കിലും അത് അവതരിപ്പിക്കുന്നത് മോശമായാൽ ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഇത് വെറും ഭംഗിയുടെ കാര്യമല്ല, നിങ്ങളുടെ ഗവേഷണത്തിന്റെ വിശ്വാസ്യതയുടെയും ഭാഗമാണ്. അപ്പോൾ നല്ലൊരു ടേബിളിന്റെ നിയമങ്ങൾ ഇതൊക്കെയാണ്. വ്യക്തമായ തലക്കെട്ട് നമ്പരും വേണം. ഹെഡിങ്ങുകൾ ലളിതമായിരിക്കണം. പിന്നെ യൂണിറ്റുകൾ, ഇത് വളരെ പ്രധാനമാണ്. ഒരു രോഗിയുടെ ബ്ലഡ് പ്രഷർ രേഖപ്പെടുത്തുമ്പോൾ വെറുതെ ഒരു നമ്പർ എഴുതിയാൽ പോരാ. mmHg എന്നു തന്നെ വ്യക്തമാക്കണം. അപ്പോഴേ അതിനൊരു അർത്ഥം വരൂ. ഡാറ്റ എപ്പോഴും ഒരു ക്രമത്തിൽ കൊടുക്കാൻ ശ്രമിക്കുക. അത് താരതമ്യം എളുപ്പമാക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇതാണ്: പട്ടിക ലളിതമായിരിക്കണം. ഒരുപാട് വിവരങ്ങൾ ഒന്നിൽ കുത്തിനിറയ്ക്കുന്നതിനേക്കാൾ നല്ലത് പല ചെറിയ ടേബിളുകളായി അവതരിപ്പിക്കുന്നതാണ്. ശരി, ഇത്രയും നേരം നമ്മൾ തിയറി സംസാരിച്ചു. ഇനി ഈ കാര്യങ്ങളൊക്കെ നഴ്സിംഗ് ഗവേഷണത്തിൽ എങ്ങനെയാണ് പ്രായോഗികമായി ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം, അല്ലേ? നഴ്സിംഗ് ഗവേഷണത്തിൽ സാധാരണയായി കാണുന്ന 2 തരം പട്ടികകളാണിത്. ആദ്യത്തേത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഒരു ആശുപത്രിയിലെ ഓരോ പ്രായപരിധിയിലും എത്ര രോഗികളുണ്ടെന്ന് കാണിക്കാൻ ഇത് ഉപയോഗിക്കാം. എന്നാൽ രണ്ടാമത്തേത് കണ്ടിൻജൻസി ടേബിൾ കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു പുതിയ മരുന്ന് ചെറുപ്പക്കാരിലാണോ പ്രായമായവരിലാണോ കൂടുതൽ ഫലപ്രദമെന്നറിയാൻ. അതായത് 2 കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം പഠിക്കാൻ കണ്ടിൻജൻസി പട്ടികകളാണ് ഏറ്റവും മികച്ചത്. ഇതൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പട്ടികയുടെ ലളിതമായ ഒരു ഉദാഹരണമാണ്. കണ്ടില്ലേ, ആകെ 150 രോഗികളിൽ ഓരോ പ്രായപരിധിയിലും എത്ര പേരുണ്ടെന്ന് ഇത് വ്യക്തമായി കാണിക്കുന്നു. 40നും 59നും ഇടയിൽ പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതലെന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ കണ്ടിൻജൻസി പട്ടിക നോക്കൂ. ഇവിടെ നമ്മൾ പ്രായം മാത്രമല്ല നോക്കുന്നത്, ചികിത്സയുടെ ഫലം കൂടിയാണ്.
അപ്പോൾ ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കിയാൽ കാണാം, ചെറുപ്പക്കാരിൽ ചികിത്സാഫലം വളരെ അനുകൂലമാണ്. എന്നാൽ 60 വയസ്സിന് മുകളിലുള്ളവരിൽ പ്രതികൂല ഫലങ്ങൾ താരതമ്യേന കൂടുതലാണ്. കണ്ടോ, ഇതാണ് വിശകലനത്തിന്റെ ശക്തി. അങ്ങനെ നമ്മൾ നമ്മുടെ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതുവരെ നമ്മൾ സംസാരിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ചുരുക്കി ഓർത്തെടുക്കാം. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ചിതറിക്കിടക്കുന്ന ഒരു രൂപവുമില്ലാത്ത ഡാറ്റയിൽ നിന്നാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ടാബുലേഷൻ എന്നത് വെറുതെ ഡാറ്റയെ ഒരു പെട്ടിയിലാക്കുന്ന പരിപാടിയല്ല. അത് സങ്കീർണമായ കണ്ടെത്തലുകളെ എല്ലാവർക്കും മനസ്സിലാകുന്ന, വിശ്വസിക്കാൻ കഴിയുന്ന ശക്തമായ തെളിവുകളാക്കി മാറ്റുന്ന ഒരു കലയാണ്, ഒരു ആശയവിനിമയ രീതിയാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഡാറ്റ കിട്ടുമ്പോൾ ഈ ചോദ്യം സ്വയം ചോദിക്കുക. നിങ്ങളുടെ ഡാറ്റയ്ക്ക് ഒരു കഥ പറയാനുണ്ട്. ആ കഥ വ്യക്തമായും ശക്തമായും പറയാൻ നിങ്ങൾ അതിനെ എങ്ങനെ അവതരിപ്പിക്കും?